അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാണുന്നത് കാട്ടുകോഴീനെയാണ്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടും രണ്ട് കളറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. തൊട്ടപ്പുറത്തെ കിളികളും അണ്ണാനും കൂടെ ഇരുന്ന് അരി തിന്നുന്നു. എന്ത് ചെയ്താലും ഒഴിഞ്ഞു പോകാത്ത ഇവന്മാർ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അങ്ങനെ വീടിന്റെ പുറകിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കാട്ടുമുയൽ ഓടിപ്പോകുന്നു. അവന്റെ പുറകെ ഇങ്ങനെ പറമ്പിലേക്ക് പോയപ്പോഴാണ് കാട്ടുപന്നികൾ രാത്രി തേങ്ങ പൊട്ടിച്ച് തിന്നിട്ട് പോയിട്ടുണ്ട്. ആന വന്ന് തെങ്ങ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന് ചുറ്റും ഇങ്ങനെ കമ്പിവേലി ചുറ്റിയിട്ടുണ്ട്. ആന നശിപ്പിച്ചില്ലെങ്കിൽ എന്താ, മോളിൽ ആളുണ്ടല്ലോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ ഇതേണ്ട് പോകുന്നു മലയാണ്. മരത്തിൽ ഇവന്റെ വലിയൊരു കൂട് നമ്മൾ അവിടെ കണ്ടു. പറമ്പിലെ പരതിൽ മതി, ഇനി വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇതേണ്ട ഒരു മൈ. അങ്ങനെ വീട്ടിൽ നിന്ന് കണ്ടം പൂട്ടുന്ന പാടത്തിലേക്ക് പോയി. അപ്പൊ പിള്ളേർ ഇതേ ഒരു ആമയെ പിടിച്ചേക്കും. കുറച്ചു നേരം കൈ പിടിച്ചിട്ട് പിന്നെ ഞാൻ അതിനെ തോട്ടിലേക്ക് വിടും. നമ്മുടെ നാട്ടിൽ കണ്ടം പൂട്ടുമ്പോൾ പിന്നെ മീൻ പിടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാനും ലക്ഷ്മണേട്ടനും കൂടെ കണ്ടം പറ്റിച്ചിട്ട് അങ്ങനെ മീൻ പിടിച്ചു. കിട്ടിയതൊക്കെ ഒന്നാം തരം വരാലുകൾ. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ കോലം എന്താണ്, ഇതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് പിള്ളേരൊന്നും ഇതുപോലെ ചെളിയിൽ ഇറങ്ങി കളിക്കാറില്ല. ഫോണിലെ വീഡിയോ ഗെയിമുകളിൽ അഡിക്റ്റ് ആവാതെ ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടന്നാൽ ഇതിലും വലിയ സുഖമൊന്നും വേറെ എവിടെയും കിട്ടും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തൊന്ന് കൂടെ കൂടണേ. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.